ടിയുടെ മരണം എന്നെ എങ്ങനെയാ സ്വാധീനിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരെയും സ്വാധീനിച്ച പോലെ എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. വല്ലാത്തൊരു ശൂന്യത അതാണ് അനുഭവപ്പെട്ടത്. ഒരു 3-4 ദിവസം മുമ്പ് തന്നെ, അല്ലെങ്കിൽ 5-6 ദിവസം മുമ്പ് തന്നെ നമുക്കറിയാമായിരുന്നു ടി നമ്മളെ വിട്ടു പോവുകയാണ് എന്ന്. ആശുപത്രിയിൽ പോയിട്ട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഞാൻ. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം മരിച്ചു എന്നറിയുമ്പോൾ വല്ലാത്തൊരു ശൂന്യത തന്നെയാണ് അനുഭവപ്പെട്ടത്. ഞാൻ കേട്ടൊരു അത്ഭുതകരമായ കാര്യം, നമ്മുടെ രാജൻ തെരുവോത്തിൻ്റെ ഒരു നാടകം അന്ന് ജൂബിലി ഹാളിൽ വിനീഷ് ആരാധ്യ സംവിധാനം ചെയ്തൊരു നാടകം ടി മരിക്കുന്ന ദിവസം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനുണ്ടായിരുന്നു എൻ്റെ തുടക്കത്തിൽ, പക്ഷെ അവസാന ഭാഗത്തേക്ക് എനിക്കിരിക്കാൻ സാധിച്ചില്ല. പക്ഷെ അവസാനം വരെ കണ്ട സതിയുടെ ഉണ്ട്. സതിയാണ് എന്നോടത് പറഞ്ഞത്. ദ്രൗപദി ആയിരുന്നു കഥാപാത്രം. അപ്പം അതില് അവസാനം ഭീമന്റെ ടി എങ്ങനെയാണോ 2-ാം ഊഴത്തിൽ ഭീമനെ അവതരിപ്പിച്ചത്, അതേ രീതിയിൽ തന്നെയായിരുന്നു ഭീമൻ ഇതിലും വരുന്നത്. അപ്പൊ ഭീമൻ ആ നാടകത്തിന്റെ അവസാനം ഭീമൻ വീഴുന്നോ എന്താണത്, ആ സമയത്താണ് വാസ്തവത്തിൽ അവിടേക്ക് 10 മണിയായി, ആ നാടകം ഏകദേശം കഴിയുന്ന സമയമായപ്പോഴാണ് ഈ ഒരു കാര്യം കേൾക്കുന്നത്. അപ്പൊ ഭീമനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, ഭീമന്റെ ആ ഒരു സംഘർഷങ്ങളും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്കാണ് വാസ്തവത്തിൽ നാടകത്തിന്റെ അവസാനം ടിയുടെ മരണത്തിന്റെ വാർത്ത എത്തുന്നത് എന്ന് പലരും 2-3 പേരെൻ്റെ അടുത്ത് പറഞ്ഞു. അതിലൊരാള് സതിയാണ്. അത് വല്ലാത്തൊരു, നമുക്കൊക്കെ എന്താ പറയണ്ടേ, പല കാര്യങ്ങളും ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എല്ലാം ഭൗതിക തലത്തിൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതിഭൗതികമായിട്ടുള്ള പല കോയിൻസിഡൻസുകളും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ടി എന്നെ പോലുള്ള ഒരാൾക്ക് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, എനിക്ക് 2-3 തലമുറകൾ വായിച്ച് തുടങ്ങിയത് തന്നെ ടിയിലൂടെയൊക്കെ തന്നെയാണ്. തീർച്ചയായിട്ടും അതിനു മുമ്പ് തകഴിയെയും ബഷീറിനെയും പൊൻകുന്നം വർക്കിയെയും ഒക്കെ വായിച്ചുകൊണ്ട് തന്നെ കുട്ടിക്കാലം കഴിഞ്ഞ് ഒരു കൗമാരകാലത്തിലേക്ക് എത്തുമ്പോൾ ടിയുടെ നോവലുകൾ തന്നെയാണ് നമ്മളെ വായനയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പിച്ചതും വളരെയധികം ഗൃഹാതുരത തോന്നിയിട്ടുള്ളതും. ഒരുപക്ഷെ തകഴിയുടെ കുട്ടനാടും പൊൻകുന്നം വർക്കിയുടെ കോട്ടയം, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് നമ്മുടെ പ്രദേശമാണ്, നമ്മുടെ ഭാഷയാണ്, നമ്മുടെ പുഴയാണ്, നമ്മുടെ മലയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവതരണം നമുക്കെല്ലാവർക്കും അറിയാം. വാസ്തവത്തിൽ ടിയെ വായിച്ചിട്ടാണ് എന്താ പറയുക, ബഹുമുഖമായിട്ടുള്ള സംസ്കാരങ്ങളുള്ള ഈ കൊച്ചു കേരളം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അത് തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള സംസ്കാരങ്ങളാണ്, പല തരത്തിലുള്ള ആളുകളാണ്, പലതരത്തിലുള്ള സംസ്കാരമാണ്. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ഈ ഒരു വള്ളുവനാടൻ ഭാഷയും സംസ്കാരവും ഒക്കെയാണ് നമ്മുടേത് എന്ന ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാക്കിയത് വാസ്തവത്തിൽ ടിയാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ല. ജയമോഹനെ പോലെയുള്ള എഴുത്തുകാരൻ എന്ത് എഴുതിയിരിക്കുന്ന കണ്ടോ, അദ്ദേഹം വളരെ നിശ്ചിതമായിട്ട് ഇതിനെ വിമർശിക്കാറുണ്ട്. കാരണം ഞങ്ങളുടേതും ഭാഷയാണ്, തിരുവിതാംകൂർ ഭാഷയാണ്, അത് ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. പക്ഷെ മലയാളിക്ക് നല്ല ഭാഷ എന്ന് പറഞ്ഞാൽ ഇല്യാ ഭാഷയാണ് എന്ന്. വള്ളുവനാടൻ ഇല്യാ ഭാഷയാണ് മലയാളിയുടെ ഭാഷ എന്നൊരു വിചാരം മലയാളിക്കുണ്ട്. ഞങ്ങളുടെ ഭാഷയൊക്കെ പുച്ഛമാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർക്കാരും അത് പറയും. തൃശ്ശൂർ ഭാഷയെ സാറ ടീച്ചറും അത് ഈയിടെ പറയുകയുണ്ടായി. അതൊരു തമാശയാക്കാനുള്ളൊരു ഭാഷയാണ് തൃശ്ശൂർ ഭാഷ, അതല്ലെങ്കിൽ തിരുവിതാംകൂർ ഭാഷ. ജയമോഹൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മമ്മൂട്ടി മിഠായി നിറമുള്ള കുപ്പായവും ഇട്ട് വന്നുകൊണ്ട് ഞങ്ങളുടെ ഭാഷ പറയുമ്പോൾ മലയാളി പൊട്ടിപ്പൊട്ടിച്ചിരിക്കും എന്ന്. അപ്പൊ അതൊരു പരിഹാസ്യമായിട്ടുള്ള ഭാഷകളാണ് അതൊക്കെ. യഥാർത്ഥ ഭാഷ ഈ വള്ളുവനാടൻ ഭാഷയാണ് എന്നുള്ളൊരു തോന്നല് നമ്മുടെ അബോധത്തിലൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരു സവർണബോധം കൂടിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് എന്തുകൊണ്ടത് ഉണ്ടായി വന്നു എന്നുള്ളത് ടിയുടെ കഴിവ് തന്നെയാണ്, ടിയുടെ എഴുത്തിന്റെ മാന്ത്രികത തന്നെയാണ്, അതല്ലെങ്കിൽ അതിൻ്റെ അതിസ്വാഭാവികത തന്നെയാണ്. നമ്മുടെ ചുറ്റുമുള്ള ആളുകളും നമ്മുടെ ചുറ്റുമുള്ള ഭാഷയും ആണെന്ന് നമ്മളെ തോന്നിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് തന്നെയാണ്.
തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പൊ എം ടിയെ പറ്റി സംസാരിക്കാൻ പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകും. ചലച്ചിത്ര രംഗത്തു നിന്നുള്ളവരുണ്ട്. ആ രീതിയിൽ എഴുത്തിന്റെ ഒരു പെരുന്തച്ഛനെന്നോ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ പല മേഖലകളിൽ വിഹരിക്കാൻ സാധിച്ച, അവിടെയൊക്കെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച ഒരാള് എന്ന് പറയുമ്പോൾ അത് വലിയൊരു അത്ഭുതം തന്നെയാണ്. എം ടിയെ പോലെ എം ടിയെ ഉള്ളൂ എന്നുള്ള ഒരൊറ്റ വാചകത്തിൽ വേണമെങ്കിൽ നമുക്ക് എം ടിയെ ഒതുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സിനിമകളൊക്കെ തീർച്ചയായിട്ടും മലയാള സിനിമയുടെ എന്താ പറയുക, അതൊക്കെ അത്രയും മുദ്ര പതിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. അദ്ദേഹം ഒന്നോ രണ്ടോ പാട്ടുകളെ എഴുതിയിട്ടുള്ളൂ, അതൊക്കെ അത്യാവശ്യം വന്ന ഘട്ടത്തിൽ എഴുതിയതാണ്. പക്ഷെ അവയൊക്കെ വേറിട്ട് നിൽക്കുന്നുണ്ട്. അതൊക്കെ വേറെ മലയാള ഗാനശാഖയിൽ അത് വേറിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തുഞ്ചൻപറമ്പ് പോലെയുള്ള ഒരു സ്ഥാപനത്തെ ഇന്ന് ഞാൻ വായിച്ചത്, ഈ എന്താണ്, ബാബരി മസ്ജിദ് ധ്വംസനം നടന്ന അതേ ഡിസംബറിലാണ് വാസ്തവത്തിൽ എം ടി അവിടെ സ്ഥാനം ഏൽക്കുന്നത് എന്ന്, തുഞ്ചൻപറമ്പ്. അപ്പൊ അതിനുശേഷം അദ്ദേഹം എങ്ങനെയാണ് ആ ദൗത്യം നിർവഹിച്ചത്, എങ്ങനെയാണ് ആ ഒരു സ്ഥാപനത്തെ ഒട്ടും ഇന്ന് ഇന്ത്യ വഴുതി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുത്വവൽക്കരണത്തിന്റെ അതിൽ നിന്ന് എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ പറ്റാവുന്ന ഒരു സ്ഥാപനമായിരുന്നു അത് ആ രീതിയിൽ. പക്ഷെ അതിനെ ആ രീതിയിൽ സംരക്ഷിച്ച് അതൊരു മതേതര സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇനിയും അത് ആ രീതിയിൽ തന്നെ നിലനിൽക്കും എന്ന് നമ്മൾ ഓരോ മലയാളിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ആ രീതിയിൽ ഒരു വലിയ സ്ഥാപനത്തെ അങ്ങനെ തന്നെ അത്ര അദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് ആ രീതിയിൽ എല്ലാ തരത്തിലുള്ള, ഒരുപക്ഷെ അദ്ദേഹത്തിന് ധാരാളം സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം മറ്റു തരത്തിലുള്ള, അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് ആ ഒരു സ്മാരകത്തെ ഈ രീതിയിൽ മലയാളിയുടെ അഭിമാനമായിട്ട്, മതേതരമായിട്ടുള്ള അഭിമാനമായിട്ട് അദ്ദേഹം നിലനിർത്തി എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അത്ഭുതം തന്നെയാണ്. അതേപോലെ തന്നെ നേരത്തെ പലരും പറഞ്ഞു, എഡിറ്റർ എന്നുള്ള നിലയിൽ, മാതൃഭൂമിയുടെ പത്രാധിപർ എന്നുള്ള നിലയിൽ ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ച കാലത്തുള്ള അനുഭവങ്ങൾ പല എഴുത്തുകാർക്കും പറയാനുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ വളരെ വൈകി മാത്രം എഴുത്തിന്റെ ലോകത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. എഴുത്തിലൂടെ തന്നെയാണ്, ഇപ്പൊ സജയ് പറഞ്ഞു, ഇത്രയും ചെറുപ്പക്കാരനായ സജയ് പറഞ്ഞു, അതേപോലെ തന്നെ ഞാനും അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ തന്നെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹത്തിനോട് ആത്മൈക്യം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ കോഴിക്കോട് വന്നു, ഒരു 40 വയസ്സിന് ശേഷം ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോഴും എം ടി ഒക്കെ എനിക്ക് അപ്രാപ്യനായിരുന്നു. ഈ സജയ് പറഞ്ഞ അതേ ഫീലിങ്സ് തന്നെയാണ് എനിക്കും ഉണ്ടായിട്ടുള്ളത്. ഒന്നിച്ച് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴോ ഒന്നിച്ച് സ്റ്റേജിൽ ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തോടൊന്നും മിണ്ടാൻ എനിക്ക് സാധിക്കാറില്ല. എനിക്ക് പിന്നെ ആരോടും അങ്ങനെ കടന്നു കയറി സംസാരിച്ച് ബന്ധമുണ്ടാക്കുന്ന ഒരു സ്വഭാവം ഇല്ലാത്ത ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദൂരം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും നിന്നിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും അദ്ദേഹം എന്നോട് സ്നേഹമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അത് സജയ് പറഞ്ഞു, ഒരു പുഞ്ചിരി മതി നമ്മൾ അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ കണ്ണിലുള്ളൊരു തിളക്കം മതി നമ്മളെ കാണുമ്പോഴുള്ളൊരു തിളക്കം. ഇപ്പൊ തുഞ്ചൻപറമ്പിൽ തന്നെ നമ്മൾ പ്രോഗ്രാം എം ടി ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ എം ടിയുടെ ഇതിലായിരിക്കും ഉണ്ടായിരിക്കുക, അദ്ദേഹം താമസിക്കുന്ന അവിടെയാണ് ഉണ്ടായിരിക്കുക. അപ്പൊ ഞങ്ങളൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം കേൾക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ അത് കേൾക്കുന്നുണ്ടായിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ചെന്ന് നമ്മൾ കാണുന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖത്തെ എക്സ്പ്രഷൻ, കണ്ണുകളിലെ എക്സ്പ്രഷൻ, അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് എം ടിക്ക് നമ്മളോടും പ്രിയമുണ്ട്, ഇത്തിരി പ്രിയം നമ്മളോടും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഒരു വട്ടം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു വലിയ സ്റ്റേജിലാണത്, അത് വീരേന്ദ്രകുമാറിന് ഈ കോഴിക്കോട് പൗരാവലി ഒരു സ്വീകരണം കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ സമയത്തോ അങ്ങനെ എന്തോ ആണ്, അല്ല എനിക്ക് തോന്നുന്നു മറ്റേ ഹൈമവത ഭൂവിലിന് അതെ കിട്ടിയ സമയത്താണ്. അപ്പൊ വലിയൊരു സ്റ്റേജും ഇഷ്ടം പോലെ ആളുകളും അതിലുണ്ട്. എന്തുകൊണ്ടോ സംസാരിക്കുന്ന സമയത്ത് ഇവർ തിരിച്ചിട്ടു, അവസാനം വരേണ്ട ആളുകളെ കൊണ്ട് ആദ്യം സംസാരിപ്പിച്ചു. അങ്ങനെ രണ്ടാമത്തെയോ മറ്റോ ആളായിട്ട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇത് കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങാണ്, താഴേക്ക് ഇറങ്ങുമ്പോൾ അങ്ങേ അറ്റത്തിരുന്ന എം ടി പതുക്കനെ നടന്ന് ഈ ഭാഗത്തേക്ക് വരുന്നു. എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്കാണ് വന്നത്. എൻ്റെ അടുത്ത് വരികയും എന്നോട് പറഞ്ഞൊരു കാര്യം,
ഡോക്ടർ എൻഡോസൾഫാൻ അവിടെ പോയിരുന്നു അല്ലേ, കാസർഗോഡ് പോയിരുന്നു അല്ലേ? അപ്പൊ അന്ന് ആ ഇടയ്ക്ക് എൻഡോസൾഫാൻ സമരത്തിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണത്. ഞാനവിടെ പോവുകയും കുറെ വീടുകൾ സന്ദർശിക്കുകയും റഹ്മാൻ മാഷെ കൂടെ പലയിടത്തും സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ നല്ല കാര്യമായി ഡോക്ടറെ. എന്നിങ്ങനെ ഒരു 2 വാചകം, അതാ എനിക്ക് തോന്നുന്നു എനിക്കായിട്ട് MT സംസാരിച്ച വാചകങ്ങൾ. ആദ്യത്തേത് അതായിരുന്നു. അതിനുശേഷം തീർച്ചയായിട്ടും നമ്മൾ കുറച്ചുകൂടി ഒക്കെ കോൺഫിഡൻസ് ആയി, ആത്മവിശ്വാസമായി. ഇപ്പോൾ വിവേകാനന്ദ അനുസ്മരണ സമിതിയുടെ ഭാഗമായിട്ടൊക്കെ എല്ലാ വർഷവും ഞങ്ങൾ തീർച്ചയായിട്ടും അതൊരു ഒരു ഒരു എന്താ പറയണ്ട, ഒരു സാന്നിധ്യമാണ് MT. എന്ത് സാംസ്കാരിക പരിപാടി, സാഹിത്യ പരിപാടി ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം വന്നില്ലെങ്കിൽ കൂടി അദ്ദേഹം ഒരു സാന്നിധ്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോവുക, ഈ ബ്രോഷർ റിലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഞങ്ങൾ 3 വർഷം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു. 4ാമത്തെ വർഷം, ഈ വർഷം മാത്രം അത് സാധിച്ചില്ല. MT തീരെ വയ്യാതിരിക്കുകയാണ്, അങ്ങോട്ട് പോവാതിരിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞതുകൊണ്ട് ബ്രോഷർ കൊടുത്തയക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ ഇത്തരത്തിൽ ഒരു വലിയ സാന്നിധ്യമായിട്ട് കോഴിക്കോട്ടെ എല്ലാ സാംസ്കാരിക പ്രവർത്തകർക്കും MT അവിടെ ഉണ്ട്. MTയുടെ എഴുത്തിനെ പറ്റിയും പലരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും MTയെ ഇഷ്ടംപോലെ ഉണ്ടാവും നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ, ധാരാളം അത്തരത്തിൽ. ഇപ്പൊ ജയമോഹൻ തന്നെ ഭയങ്കരമായ ക്രിറ്റിസിസം MTയെ പറ്റി കോഴിക്കോട് വന്നതുകൊണ്ട് തന്നെ സംസാരിക്കുകയും, ഞാനൊക്കെ അതിന് എതിരായിട്ട് 2 വാചകം പിന്നാലെ വന്നപ്പോൾ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി ആ കാലത്തെ ഒരു രാഷ്ട്രീയ ചലനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ നോവലുകളിലോ ഇതിലോ ഒന്നും കാണാൻ പറ്റില്ല. അതിനോടൊക്കെ പുറംതിരിഞ്ഞു നിന്നു എന്ന് പറയാം. സവർണതയുണ്ട്, സ്ത്രീ വിരുദ്ധതയുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് എഴുതിയത്. ആരുടെയും വിമർശനങ്ങളൊന്നും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് ഒരു എഴുത്തുകാരൻ എഴുതുന്നത് സമൂഹ മനസ്സുകൊണ്ടാണ് എന്ന് വിഖ്യാതനായ മനഃശാസ്ത്രകാരൻ യുങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ രൂപീകരിച്ച ഒരു സമൂഹ മനസ്സുണ്ട്. അത് നമ്മളിലും കൂടി, ഒരു എഴുത്തുകാരനിലും തീർച്ചയായിട്ടും പ്രവർത്തിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമൂഹ മനസ്സുകൊണ്ട് തൻ്റെ ചുറ്റുമുള്ള ലോകത്തെ കഥാപാത്രങ്ങളെ ഒക്കെ അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും അത് പരോക്ഷമായിട്ട് കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങളെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് കേരളത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങൾ പ്രതിഫലിച്ചത്? അരുമക്കത്തായം നിർത്തലാക്കുന്നു. അപ്പോൾ ആ തറവാടുകളിലുണ്ടായിട്ടുള്ള അരക്ഷിതാവസ്ഥ, ചെറിയ കുട്ടികൾക്കുണ്ടായിട്ടുള്ള സങ്കടങ്ങൾ, സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള സങ്കടങ്ങൾ, ഇതൊക്കെ ഒരു പ്രതിഫലനമായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്ത്രീ വിരുദ്ധതയെ പറ്റിയും പറയുന്ന അദ്ദേഹത്തിന്റെ കഥകളിലുള്ള അല്ലെങ്കിൽ നോവലുകളിലുള്ള എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും അശക്തരാണ്, ഇൻക്ലൂഡിങ് മഞ്ഞിലെ കഥാപാത്രം ഉൾപ്പെടെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. അവര് നിശബ്ദമായിട്ട് സഹനത്തിന്റെ ഒരു പാത സ്വീകരിച്ചവരാണ് എന്ന് പറയുമ്പോൾ തന്നെ കാലത്തിലെ സേതുവിനോട് സുമിത്ര അവസാനം പറയുന്ന ഒരൊറ്റ വാചകം മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രണയിച്ചു എന്ന് പറയാൻ പറ്റില്ല, സുമിത്രയെ ഉപയോഗിച്ച യൗവനകാലത്ത് ഉപയോഗിക്കുകയും അതിനുശേഷം പിന്നീട് കുറച്ച് പ്രായമായതിനു ശേഷം തിരിച്ചു വരുന്ന സേതുവിനോട്, അല്ലെങ്കിൽ സേതു സുമിത്രയോട് പറയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നൊരു വാചകമുണ്ട്. എല്ലാവർക്കും നമുക്കെല്ലാം അറിയുന്നത് തന്നെ. സേതുവിന് ഒരാളോട് മാത്രമേ സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം എന്ന് പറയുന്ന ആ വാചകം. ആ ഒരൊറ്റ വാചകത്തിൽ പുരുഷന്റെ എല്ലാ സ്വാർത്ഥതയും എല്ലാ ഔദ്ധത്യവും ഒക്കെ അതിന്റെ വായടപ്പിച്ച് കളയുന്നുണ്ട് സുമിത്ര എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആത്മശക്തിയുള്ള കഥാപാത്രങ്ങൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കാലത്തിന്റെ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലനങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. ആ തറവാട്ടിലെ സ്ത്രീകളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ അദ്ദേഹത്തിന് അത് അവതരിപ്പിക്കാൻ പറ്റുകയും ഉള്ളൂ. എങ്ങനെയായാലും അദ്ദേഹത്തിന്റെ നോവലുകളും കഥകളും ഒക്കെ എന്നും മലയാള സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ മലയാള സാഹിത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ അവിടെ ഉണ്ട്. ഒരു ചെറിയ കുഗ്രാമത്തിൽ വളർന്ന് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണലി അറിയപ്പെടുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ ഒക്കെ ചെയർമാൻ സ്ഥാനം വഹിച്ച
അദ്ദേഹം ഒരു അത്ഭുത പ്രതിഭാസം തന്നെയായിരുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുകയാണ്.